السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم. قال حبيبنا مصطفى محمد صلى الله عليه وسلم الصبر نصف الإيمان. ഏറ്റവും ബഹുമാനാദരവുള്ള നിറഞ്ഞ അഭിവന്ദരായ ഉസ്താദുമാരെ, ജ്യേഷ്ഠാഞ്ചന്മാരെ, പ്രിയമ്മ പങ്കന്മാരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിയാമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ക്ഷമയോടുകൂടി ദീനിന്റെ ഉലൂമുകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. കറിയിൽ ഉപ്പ് കൂടിയതിന്റെ പേരിലും, സ്വന്തം പറമ്പിൽ വേസ്റ്റിട്ടതിന്റെ പേരിലും, തൊട്ടതിന്റെ പേരിലും, ചീത്ത വിളിച്ചതിന്റെ പേരിലും, ആക്ഷേപിച്ചതിന്റെ പേരിലും തുടങ്ങി നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യനെ കത്തിക്കിരയാക്കുന്ന ക്ഷമകെട്ട് കാലത്ത് ഇസ്ലാമിന്റെ പാദ്യം വിശേഷിപ്പിച്ച സ്വബർ, അതായത് ക്ഷമയെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവസരം കൊണ്ട് അനുഗ്രഹിച്ച അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീനിൻ വഹാൽ. എൻ്റെ പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ മനസാന്തരങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അല്ലാഹുവിൻ്റെ അംബിയാ മുർസലുകളിൽ വെച്ച് ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, ഉലുൽ അസ്മുകളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം മഹത്വം ലഭിച്ചത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ. 981 വർഷക്കാലം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്നത് കേവലം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ ആ പ്രവാചകൻ പ്രബോധനം അവസാനിപ്പിച്ചില്ല. ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഭ്രഷ്ട് ചെയ്യപ്പെട്ടിട്ടും പ്രവാചകന്മാരാരും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. അവർ ക്ഷമിച്ചു, സഹിച്ചു, സഹനത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു ഇത്രമാത്രം ഉന്നത പദവി നൽകിയത്. അവരിൽ വെച്ച് ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, അഷ്റഫുൽ ത്വാഹ റസൂലുള്ളാഹി. എല്ലാവരും സലാത്തല്ലേ? അഷ്റഫുൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലിന്റെ ജീവിതത്തിന്റെ ഏടുകളിലേക്ക് നാം എത്തി നോക്കുമ്പോൾ ത്വായിഫിന്റെ ഭൂമിയിൽ പ്രവാചകനെ കല്ലെടുത്തെറിഞ്ഞ് ചീത്ത വിളിച്ച് ചുണ്ടും കാലും പൊട്ടി രക്തം പൊലിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ടത് ക്ഷമയുടെ അധ്യായമായിരുന്നു. മുഅ്മിനീങ്ങളെ, അതിലുപരി സ്വന്തം നാട്ടിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വന്ന് മറ്റൊരു നാട്ടിൽ പോയി കാലങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന മക്ക കീഴടക്കുമ്പോൾ തന്നെ ഒരിക്കൽ പോലും ആ നാട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കിയ സമൂഹത്തോടെ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രൂരമായ കോപത്തോടു കൂടിയ പെരുമാറിയില്ല. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ടത് ക്ഷമയുടെ മാതൃകകളായിരുന്നു. നമ്മുടെ മഹാന്മാരായ നമ്മുടെ അമ്പിയാക്കളും ഔലിയാക്കളുമാണ് നമ്മുടെ മാതൃക. അവരിൽ നിന്നാണ് ക്ഷമ എന്താണ്, ക്ഷമയുടെ രീതി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് കണ്ടാലും നിശബ്ദമായിരിക്കലോ ഒന്നും ചെയ്യാതിരിക്കലോ അല്ല ക്ഷമ. മറിച്ച് ദേഹച്ചയും മലസതയും പൈശാചിക ബോധനങ്ങളും മറികടന്ന് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ഊർജ്ജമേകുന്ന ആത്മീയ ബോധമാണ് ക്ഷമ എന്നുള്ളത്. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത്തരം ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഖുർആനിലൂടെ അല്ലാഹു പറയുക, ക്ഷമിക്കുന്നവർക്ക് അച്ചമില്ലാതെ പ്രതിഫലമുണ്ടെന്ന്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ ക്ഷമയുടെ ഗുണങ്ങൾ എഴുതി വെക്കുന്നു. ഒന്നാമത്തത് എന്താണെന്ന് അറിയാമോ? ഒന്നാമതായി ഇബാദത്തുകൾ ആനന്ദത്തോടെ നിർവഹിക്കാം.
രണ്ടാമതായി ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന സമാധാനമാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അവന് ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവരെയാണ്. എൻ്റെ പ്രിയങ്ങളെ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചപ്പോ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ വിവരം തന്റെ മകനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം നിസ്സംശയം തന്റെ പിതാവിനോട് പറയുകയാണ്, അല്ലയോ പിതാവേ, നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് പ്രവർത്തിക്കുക, ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്നായിരുന്നു. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു അത്രമാത്രം ഉന്നത പദവി നൽകുന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ ഒരു കാര്യത്തെ ഏറ്റെടുത്തതിന് പിന്നിലെ യാഥാർത്ഥ്യം. അതേ കൂട്ടുകാരെ, അക്ഷമയുടെ ഫലം ശൂന്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമില്ല, ക്ഷമ മാത്രമാണ് നമ്മുടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷമിക്കുന്നു, നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാറദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next call letter, Ba on the stage.